ലൈക്ക് ഫാദർ ലൈക്ക് സൺ മൊമെന്റ്. ശശി തരൂർ മാധ്യമപ്രവർത്തകനായ സ്വന്തം മകൻ ഇഷാന്റെ ചോദ്യങ്ങളെ നേരിട്ടിരിക്കുന്നു. ഓൺലൈനിൽ പെട്ടെന്ന് ശ്രദ്ധ നേടിയ നിമിഷങ്ങളായിരുന്നു അത്. വിദേശ നയത്തെക്കുറിച്ച് ഒരു അപൂർവ അച്ഛൻ മകൻ സംവാദത്തിന് വേദി സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ. USL കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പരിപാടിയുടെ പത്രസമ്മേളനത്തിൽ ദി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഗ്ലോബൽ അഫയേഴ്സ് കോളമിസ്റ്റായ ഇഷാൻ തരൂർ ചോദ്യം ചോദിക്കാനായി എഴുന്നേറ്റപ്പോൾ തന്നെ ഇത് അനുവദിക്കരുത്, എന്റെ മകനാണ് എന്ന് ചിരിയോടെ തരൂർ പറഞ്ഞു. അടുത്ത ദൗത്യങ്ങൾക്കായി അച്ഛൻ തിരിക്കും മുൻപ് ഒന്ന് കണ്ട് ഹായ് പറയാൻ വന്നതാണെന്ന് പറഞ്ഞ ഇഷാനും തുടർന്നു. ഇഷാൻ തെളിവിനും ഉത്തരവാദിത്തത്തിനും വേണ്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ശശി തരൂർ അളന്നതും എന്നാൽ ശക്തവുമായ മറുപടി നൽകി തന്റെ നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു. മൈക്ക് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ തരൂർ മകനോട് കരുതലോടെ ഇടയ്ക്ക് പറയുന്നുമുണ്ട്. That shouldn't be allowed. This is my son. Ishan Tharoor of the Washington Post. Definitely asking a question in personal capacity. And mostly to say hi before you go off to your next engagement. Raise the mic. Mostly to say hi before you go off to your next engagement. I'm curious though, on this tour you've been on, various countries in the Western Hemisphere, have any of your government interlocutors asked you to show evidence of Pakistan's culpability in the initial attack? പേൽഗാം അറ്റാക്കിനും ഓപ്പറേഷൻ സിന്ദൂറിനും പിന്നാലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് അറിയിക്കുന്നതിനായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ അടങ്ങിയ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു വരികയായിരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ന് അവസാനിക്കുകയുമാണ്. പേൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചാണ് ഇഷാൻ തരൂരിനോട് ചോദിച്ചത്. തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തോട് പേൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് ഏതെങ്കിലും രാജ്യം തെളിവ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇഷാൻ തരൂർ ചോദിച്ചത്. ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ നിരന്തരം നിഷേധിക്കുന്നതിനെക്കുറിച്ചും ഇഷാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പര്യടനത്തിന്റെ ഭാഗമായി നിങ്ങൾ നിരവധി പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പേൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് തെളിവ് കാണിക്കാൻ നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആക്രമണത്തിൽ പങ്കില്ലെന്ന് ആവർത്തിച്ച് പാകിസ്ഥാൻ നിഷേധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇഷാൻ ചോദിച്ചു. പാകിസ്ഥാനെതിരെ കൃത്യമായ തെളിവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇതുപോലെ തിരിച്ചടിക്കുമായിരുന്നില്ലെന്ന് ശശി തരൂർ ഉത്തരം നൽകി. താങ്കൾ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലളിതമായി പറഞ്ഞാൽ ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. ആരും ഞങ്ങളോട് തെളിവ് ചോദിച്ചിട്ടുമില്ല. പക്ഷേ മാധ്യമങ്ങൾ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ ഇല്ലാതെ ഇന്ത്യ ഇത് ചെയ്യുമായിരുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറയട്ടെ, തരൂർ പറഞ്ഞു. 3 കാരണങ്ങൾ വ്യക്തമാക്കി ശശി തരൂർ. പാകിസ്ഥാന്റെ ഭീകരവാദ ഇടപെടലിനെ കുറിച്ച് തരൂർ കൂടുതൽ വിശദീകരിച്ചു. 37 വർഷം അവർ നടത്തിയ ഭീകരാക്രമണ രീതിയും ആവർത്തിച്ചവർ നടത്തുന്ന നിഷേധങ്ങളും തരൂർ എടുത്തു പറഞ്ഞു. 2008 മുംബൈ ആക്രമണവും പാകിസ്ഥാനിലെ ഒരു സൈനിക താവളത്തിനടുത്തായി ഒസാമ ബിൻ ലാദൻ കഴിഞ്ഞിരുന്നതും തരൂർ ചൂണ്ടിക്കാട്ടി. ഒന്നാമത്തെ കാരണം മുംബൈ ആക്രമണം, ഒപ്പം ഒസാമ ബിൻ ലാദന്റെ സുരക്ഷിത താമസവും. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 3 കാരണങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, കഴിഞ്ഞ 37 വർഷമായി പാകിസ്ഥാൻ നമുക്കെതിരെ ഭീകരാക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ അവർ ആവർത്തിച്ച് ഇക്കാര്യം നിഷേധിക്കുന്നു. ഒരു കണ്ടോൺമെന്റ് നഗരത്തിലെ ഒരു സൈനിക താവളത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സുരക്ഷിത ഭവനത്തിൽ ഒസാമ ബിൻ ലാദനെ കണ്ടെത്തുന്നത് വരെ പാകിസ്ഥാൻ അയാൾ എവിടെയായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന കാര്യം അമേരിക്ക മറന്നിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അതാണ് പാകിസ്ഥാൻ, തരൂർ പറഞ്ഞു. മുംബൈ ആക്രമണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അവർ പറഞ്ഞു. ആക്രമണം നടത്തിയ തീവ്രവാദികളിൽ ഒരാളെ ജീവനോടെ പിടികൂടി. അയാളുടെ വിലാസവും പൗരത്വവും പാകിസ്ഥാനിലാണ്. ചോദ്യം ചെയ്യലെല്ലാം വെളിപ്പെടുത്തി. എവിടെയാണ് പരിശീലനം നേടിയതെന്നും എന്താണ് ചെയ്തതെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു, തരൂർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അവർ തീവ്രവാദികളെ അയക്കും. അവർ പിടിയിലാകുന്നത് വരെ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞവർ നിഷേധിക്കും. അതാണ് ആദ്യത്തേത്, അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത്തെ കാരണം, പേൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തതാണ്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ അറിയപ്പെടുന്ന പ്രോക്സി ഫ്രണ്ട് എന്നാണ് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ തരൂർ വിശേഷിപ്പിച്ചത്. പേൽഗാം ആക്രമണം കഴിഞ്ഞ് 45 മിനിറ്റുകൾക്കുള്ളിൽ അവർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭയും US ആഭ്യന്തര വകുപ്പും നിരോധിച്ച സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട്. പാകിസ്ഥാനിലെ മുരുഡ് പട്ടണത്തിലാണ് ഇവർ താവളമാക്കി പ്രവർത്തിക്കുന്നത്, തരൂർ പറഞ്ഞു. ഇന്ത്യ ഇക്കാര്യം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ കാരണം ഇതാണ്, പാകിസ്ഥാനിൽ തീവ്രവാദികൾക്കുള്ള ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്. മെയ് 7 ഇന്ത്യ നടത്തിയ ആദ്യ ആക്രമണത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-തോയ്ബ തുടങ്ങിയ തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് നടത്തിയതെന്ന് തരൂർ മൂന്നാമതായി എടുത്തു പറഞ്ഞു. മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു.
കൃത്യമായ ആസൂത്രണത്തിലൂടെ പാകിസ്ഥാൻ, പാക് അധിനിവേശ കശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്നു. ഈ തീവ്രവാദികളുടെ ബന്ധുക്കൾ നടത്തുന്ന ശവസംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ യൂണിഫോമിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതിനാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 3 ശക്തമായ തെളിവുകളാണ് പരിശോധിക്കുന്നത്, തരൂർ വ്യക്തമാക്കി. 1984 സിംഗപ്പൂരിൽ ശശി തരൂർ നയതന്ത്രജ്ഞനായി സേവനമനുഷ്ഠിക്കുമ്പോൾ ജനിച്ച ഇഷാൻ തരൂരിന് കനിഷ്ക് തരൂർ എന്ന ഇരട്ട സഹോദരനുമുണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പറയുന്നതനുസരിച്ച് ഇഷാൻ 2006 യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിലും വംശീയതയിലും വംശീയ കുടിയേറ്റ പഠനങ്ങളിലും ബിരുദം നേടി. ആ കാലയളവിൽ സുഡ്ലർ ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. 2006 ടൈം മാഗസിന്റെ റിപ്പോർട്ടറായ ഇഷാൻ തന്റെ പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചു. ഒടുവിൽ ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായുള്ള ഒരു സീനിയർ എഡിറ്ററായി. 2014 അദ്ദേഹം ദി വാഷിംഗ്ടൺ പോസ്റ്റിൽ ചേർന്നു. വാഷിംഗ്ടൺ ഡിസിയിൽ ജോലി തുടർന്നു. 2018 മുതൽ 2020 വരെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഫോറിൻ സർവീസിൽ അഡ്ജങ്ക്ട് ഇൻസ്ട്രക്ടറായും ഇഷാൻ സേവനമനുഷ്ഠിച്ചു. അവിടെ അദ്ദേഹം തന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ ഏജിലെ ആഗോള കാര്യങ്ങളുടെ ഒരു കോഴ്സ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തിടെ പിതാവ് ശശി തരൂറുമായുള്ള ഒരു അപ്രതീക്ഷിത ആശയവിനിമയത്തിലൂടെയാണ് ഇഷാൻ തരൂർ വ്യാപകമായ ശ്രദ്ധ നേടുകയും പലരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തത്.